കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകരുടെ മഹാപഞ്ചായത്ത് ഇന്ന് ഡൽഹിയിൽ. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനത്താണ് കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് നടക്കുക. ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിനിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ മഹാപഞ്ചായത്ത് രാംലീല മൈതാനത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മഹാപഞ്ചായത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള 10,000-ലധികം കർഷകർ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ കർഷക ഗ്രാമങ്ങളിൽ നിന്നും 10,000-ലധികം കർഷകർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 3 മണി വരെയാണ് ഇത്തരത്തിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാൻ പോലീസിന്റെ അനുമതിയുള്ളത്. അതേസമയം ഡൽഹിയിലേക്ക് ട്രാക്ടറുകളുമായി കർഷകരെ കടത്തിവിടുന്നില്ല. കൂടാതെ സംഘടിച്ചെത്തിയ കർഷകരെ ഡൽഹിയിലെ തിക്രി, അതോടൊപ്പം ഗാസിപൂർ അടക്കമുള്ള വിവിധ അതിർത്തികളിൽ തടയുന്നു എന്ന പരാതിയും ഇപ്പോൾ കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് സംയുക്ത കിസാൻ മോർച്ചയുടെ 20-ലധികം കർഷക സംഘടനകളാണ് ഈ രാംലീല മൈതാനത്തെ മഹാപഞ്ചായത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വിവിധ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും മിനിമം താങ്ങുവില ഉറപ്പാക്കുക, കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, അതോടൊപ്പം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, ശുഭ്കരന്റെ കൊലയാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മഹാപഞ്ചായത്താണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ കർഷക സമരം, രണ്ടാം കർഷക സമരം ആരംഭിച്ച ഘട്ടത്തിൽ പിന്നീട് ശംഭു, അതോടൊപ്പം ഖനൌരി അടക്കമുള്ള അതിർത്തികൾ കേന്ദ്രീകരിച്ച് സമരം പുരോഗമിക്കുന്നതിനിടയിലാണ് ഡൽഹിയിലും ഇപ്പോൾ കർഷക പഞ്ചായത്ത് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുമ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തും കടുത്ത നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് നിശ്ചിത കർഷകരെ മാത്രമേ രാംലീല മൈതാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. മറ്റ് കർഷകരെല്ലാം തന്നെ അതിർത്തികൾ കേന്ദ്രീകരിച്ച് പോലീസ് തടയുന്നുണ്ട്. എന്തായാലും പോലീസ് തടയുന്നത് വെച്ച് കർഷക പ്രക്ഷോഭം ശക്തമാക്കാനാണ് തീരുമാനം. അതോടൊപ്പം ഏത് നിലയിലാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്തത് അതിൽ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളടക്കം ശംഭുവിലടക്കം ഉയർത്തിയിരുന്നു. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രമേയവും ഇന്നത്തെ മഹാപഞ്ചായത്തിൽ പാസാക്കുകയാണ് ഇപ്പോൾ കർഷക മഹാപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഭാവി കർഷക പ്രക്ഷോഭങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിലെ തീരുമാനവും ഇന്നത്തെ മഹാപഞ്ചായത്തിൽ സ്വീകരിക്കും. രാംലീല മൈതാനത്ത് നിന്നും ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24.